ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചപ്പാത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അമ്മമാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ ലഞ്ച് ബോക്സിലൊക്കെ എന്നും വെറൈറ്റി ആയിട്ട് കൊടുത്തു വിടണ്ടേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, സൂപ്പറാണ്. ഞാനിപ്പം 4 ചപ്പാത്തിയുടെ അളവിലാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ മീഡിയം സൈസിലുള്ള 4 ചപ്പാത്തിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പം മുറിച്ചിങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് കിട്ടാൻ നമുക്ക് ക്രോസ് ആയിട്ട് മുറിച്ചെടുക്കുമ്പോൾ ഡയമണ്ട് ഷേപ്പിലിരിക്കും. അപ്പം നല്ല കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് വല്ലാണ്ട് ചെറുതാക്കിയാൽ വേണ്ട, എന്നാൽ ഒരുപാട് വലിയ കഷ്ണങ്ങളും ആകണ്ട. അപ്പോൾ ഒരു മീഡിയം സൈസിൽ വേണം. വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിനെ കഴിക്കാൻ അതിനകത്ത് ഗ്രേവിയൊക്കെ ആയി കിട്ടാൻ കുറച്ചൊരു ഇതുണ്ടാവും. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മീഡിയം സൈസിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു 1.5 സവാള, ഒരു മീഡിയം സൈസിലുള്ള 1.5 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ 3 അല്ലി വെളുത്തുള്ളി ഞങ്ങൾക്ക് എടുക്കാം. പിന്നെ ക്യാപ്സിക്കം, ഇത്രയാണ്. ഇത് കൂടാണ്ട് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ല ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ, വലിയ വലുപ്പത്തിലൊന്നും വേണ്ട, ചെറിയ കഷ്ണം മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിൽ നമുക്ക് 1.5 സവാള എടുക്കുന്നതിൽ പാതി നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ക്യാപ്സിക്കോ അതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സവാള കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ക്യാപ്സിക്കോ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ക്യൂബ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചില്ലി ചപ്പാത്തിയാണ്, അപ്പോൾ കുറച്ചൊരു എരിവുണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് എരിവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മീഡിയം സ്പൈസി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഞാനായിട്ട് എടുക്കുന്ന ഒരു പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് അത്യാവശ്യം നമുക്കൊരു എരിവുള്ള പരുവത്തിലായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ 1.5 സവോളയിൽ പാതി നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്ത് ഇനി ബാക്കിയുള്ള ഒരു സവോള നമുക്ക് ചെറുതായിട്ട് വളരെ പൊടിയായിട്ടാണ് ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഇതേ പരുവത്തിൽ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇതേ രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ നന്നായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമുക്കൊരു നല്ലൊരു മണമൊക്കെ വരും. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതേ പരുവത്തിലൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഗോൾഡൻ കളർ വരെ ആവണം. അപ്പോൾ അതേവരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം. ഈ പരുവത്തിലാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അതിലേക്ക് കുരുമുളക് ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള മസാലയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നുള്ള മസാലയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി അപ്പം നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇൻഡക്ഷനിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. അതേപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസിന്
അത്രയ്ക്ക് എരിവില്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ്. ഒരു ചെറിയ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചില്ലി സോസിന് നല്ല എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സോസൊന്നും കരിഞ്ഞു പോകാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നല്ല തിളപ്പിച്ച് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചപ്പാത്തിയുടെ അളവിനനുസരിച്ച് 1/2 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വല്ലാണ്ട് നമ്മൾ വെള്ളം കൂട്ടുകയാണെങ്കിൽ നമ്മുടെ സോസ് വല്ലാണ്ട് ലൂസായി പോവും. അപ്പോൾ അത് ഗ്രേവി പരുവത്തിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന 4 ചപ്പാത്തിയുടെ ഒരു അളവിനനുസരിച്ച് എനിക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തന്നെ എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോസിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒണിയനും അതേപോലെ ക്യാപ്സിക്കവും സവോള ക്യൂബ്സായിട്ടൊക്കെ മുറിച്ച് വെച്ചേക്കുന്നത് ഇതെല്ലാം നമുക്ക് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തീ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കണം. എന്നിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി ഇത് അധികം നമ്മൾ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ സോസിന് നല്ലൊരു ചൂടുണ്ടാവും. അപ്പോൾ ഇത് തിക്കായിട്ടിരിക്കുന്ന ഗ്രേവിയാണ്, അതിൽ തന്നെ ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മളൊന്ന് ഒരു 2 മിനിറ്റ് മാത്രം പെട്ടെന്നൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഗ്രേവി വല്ലാണ്ട് വറ്റിപ്പോകല്ലേ. വറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയോട് ഇടുമ്പോഴേക്കും നമുക്ക് തീരെ ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. 2 മിനിറ്റ് മാത്രം ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്യുക. ഇതേപോലെ നല്ല തിളച്ച് കുമ്പളൊക്കെ വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒന്നുകൂടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വല്ലാണ്ട് വറ്റിച്ചെടുക്കല്. ഇതൊരു ചെറിയ മധുരവും എരിവും ഒക്കെ ഉള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ ചില്ലി ചിക്കനും ഒക്കെ കഴിക്കണത് അതേ ടേസ്റ്റിൽ തന്നെയായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ക്യാപ്സിക്കൊന്നും വേവേണ്ട ആവശ്യമില്ല, ഇതേപോലെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ഈ പരുവത്തിലേക്ക് നമുക്കിതിലേക്ക് ചപ്പാത്തിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ചപ്പാത്തി ഇട്ടിട്ട് ഗ്രേവി എല്ലാം എടുത്ത് വെക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ കഴിക്കണം. ആ സമയത്ത് നിങ്ങൾ ഗ്രേവി തയ്യാറാക്കി വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ചപ്പാത്തിക്ക് ഇട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചപ്പാത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ചില്ലി ചപ്പാത്തി. അപ്പം വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.